ഒരാളായിക്കോട്ടെ, ഒരു ബിസിനസ് ആയിക്കോട്ടെ, ഗ്രോത്തിൽ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞ് ഡിസിഷൻ ആയാലും വലിയ ഡിസിഷൻ ആയാലും ഡിസിഷൻ എടുക്കാനായിട്ട് ഭയങ്കരമായിട്ടുള്ള സമയം എടുക്കുന്നുണ്ടെങ്കിൽ ഗ്രോത്തും സ്ലോവർ ആയിരിക്കും. സെയിം ആണ് നമ്മുടെ പേഴ്സണൽ ലൈഫിലും. നമ്മൾ കുഞ്ഞു കാര്യങ്ങൾ പോലും ഭയങ്കരമായിട്ട് ചിന്തിച്ച് സ്റ്റക്കായിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലും നമ്മുടെ ഗ്രോത്ത് സ്റ്റക്കായിരിക്കും, റൈറ്റ്? സോ കരിയർ മൂവ്സ് ആയിക്കോട്ടെ, പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ, ലൈഫിലായിട്ടായിക്കോട്ടെ, ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫ്രെയിം വർക്ക്സ് നിങ്ങൾ എന്തായാലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു റൂൾ നമ്പർ 1 ഓർ ടിപ്പ് നമ്പർ 1, റൈറ്റ്? ടിപ്പ് നമ്പർ 1 എന്ന് പറഞ്ഞാൽ യൂസ് ദ 10-10-10 റൂളാണ്. എന്താണ് ഈ 10-10-10 റൂൾ? നിങ്ങൾ ഈ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അടുത്ത 10 മിനിറ്റിന് ശേഷം നിങ്ങൾ എങ്ങനെ ഫീൽ ചെയ്യുക, 10 മാസത്തിന് ശേഷം നിങ്ങൾ എങ്ങനെ ഫീൽ ചെയ്യുക, 10 വർഷത്തിന് ശേഷം നിങ്ങൾ എങ്ങനെ ഫീൽ ചെയ്യുക എന്നുള്ളത് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ഒരു പേപ്പർ എടുത്തിട്ട് ഇത് 3 എഴുതിയിട്ട് നോക്കുക. ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ജോലി ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ച് ഫ്രസ്ട്രേറ്റഡ് ഒക്കെ ആയിട്ട് ക്വിറ്റ് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ടേക്ക് എ പേപ്പർ ആൻഡ് ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. നിങ്ങൾ ഈ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ, ചാടിക്കയറി ഈ ജോബ് ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 മിനിറ്റിന് ശേഷം നിങ്ങൾ എങ്ങനെ ഫീൽ ചെയ്യും, റൈറ്റ്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുന്ന സമയത്ത് ഫസ്റ്റ് ചിലപ്പോൾ ഒരു റിയാലിറ്റി ചെക്ക് അവിടെ, റിയാലിറ്റി ഹിറ്റ് അവിടെ നിങ്ങളെ ഹിറ്റ് ചെയ്യും, റൈറ്റ്? സോ ദാറ്റ് ഹെൽപ്പ് us ടേക്ക് ബെറ്റർ ഡിസിഷൻ, ചാടിക്കയറി ഡിസിഷൻ എടുക്കാതെ. ആൻഡ് ഇതിന് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നമ്മുടെ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സ് ആഡ് ചെയ്യുകയും ചെയ്യും. നമ്മൾ ഇമ്പൾസീവ് ആയിട്ടുള്ള എടുത്തുചാട്ടം കുറേയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാനായിട്ട് പറ്റും. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ 3 ചോയ്സ് റൂൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ ചോയ്സസ് ലിമിറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അനാലിസിസ് പാരാലിസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളിങ്ങനെ ഒരു സാധനത്തെ കുറിച്ച് കുറേ ചിന്തിച്ച് കണക്കൂട്ടി ദാറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. ഉദാഹരണത്തിന് ഏറ്റവും സിമ്പിളായി പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വീക്കെൻഡിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പുറത്ത് പോകണം, അതോ ഫുഡ് കഴിക്കാനായിട്ട് പോകണം, അതോ ഹൈക്കിങ്ങിന് പോകണം, അതല്ല ബൈക്കിങ്ങിന് പോകണം, അങ്ങനെ ജസ്റ്റ് കീപ്പ് ഇറ്റ് ഇൻ ടു 3, റൈറ്റ്? എന്നിട്ട് അതിൻ്റെ മേലെ ജസ്റ്റ് തിങ്ക് അബൌട്ട് വിച്ച് ഫീൽസ് റൈറ്റ് ഫോർ യു. 3 ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തില്ല, ദെൻ ഗോ ഫൈൻ ദ നെക്സ്റ്റ് വൺ. അതല്ലാതെ ഒരുപാട് ചോയ്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും ഡിസിഷൻ എടുക്കാനായിട്ട് ഭയങ്കര വൈകുന്നുണ്ടാവും. ദർ ഇസ് എ കേസ് സ്റ്റഡി, റിയൽ ലൈഫ് കേസ് സ്റ്റഡി. ഒരു പെർഫ്യൂം ഷോപ്പിൻ്റെ പുറത്ത് 2 എക്സ്പെരിമെൻ്റ് അവർ ചെയ്തു. ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ സമയത്ത് അവർ ഏകദേശം 20-24 ഫ്ലേവേഴ്സ് ഉള്ള ഫ്രാഗ്രൻസസ് വെച്ചു. അന്ന് സെയിൽ കുറവായിരുന്നു, കാരണം ആൾക്കാർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, റൈറ്റ്? ആൻഡ് ദർ വാസ് അനദർ, ഐ തിങ്ക് 4 or 5 ഫ്രാഗ്രൻസ് വെച്ചിട്ടായിട്ട് ആ സമയത്ത് വെച്ച് നോക്കിയത് ചോയ്സസ് കുറവാണ്. അതുകൊണ്ട് തന്നെ സെയിൽസ് അവിടെ ബെറ്റർ ആയിട്ടുണ്ടായിരുന്നു. സെയിം വേ ഇത് എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് ഈ അനാലിസിസ് പാരാലിസിസ് ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നുള്ളതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ്. എന്നാൽ മെജോറിറ്റി ഓഫ് ആൾക്കാർക്കും അറിയുന്നുണ്ടാവില്ല, ചിലപ്പോൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല. എയ്സൻഹവർ മെട്രിക്സ് എന്ന് പറയും. ആൻഡ് ഈ എയ്സൻഹവർ മെട്രിക്സ് എന്നുള്ളത് ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 4 സ്ക്വയർ ബോക്സ് ആണ്. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു സ്ക്വയർ ബോക്സ് വരച്ചിട്ട് അതിന് ഈക്വൽ ആയിട്ടുള്ള 4 ബോക്സസ് ആക്കുക. എന്നിട്ട് അതിൽ തന്നെ ഒന്ന് അർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം, മറ്റൊന്ന് നോട്ട് അർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ബോക്സ് ആക്കാം, മൂന്നാമത്തത് അർജൻറ്റ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ബോക്സ് ആക്കാം, നാലാമത്തത് നോട്ട് അർജൻറ്റ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ബോക്സ് ആക്കാം. ആൻഡ് നിങ്ങൾ ചെയ്യുന്ന ഒരു ഡിസിഷൻ, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു ഡിസിഷൻസ്, മൾട്ടിപ്പിൾ ഡിസിഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടാസ്കുകളുണ്ട്. ഇതിൽ നോട്ട് അർജൻറ്റ് നോട്ട് ഇമ്പോർട്ടൻ്റ് വരുന്ന ഒരു ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ അപ്പം ഡിലീറ്റ് ചെയ്തിട്ട് കളയാം, കാരണം നിങ്ങൾക്ക് ഒന്നും ബാധിക്കുന്നില്ല, റൈറ്റ്? അതിൽ ഇമ്പോർട്ടൻ്റ് ആൻഡ് അർജൻറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇപ്പം ചെയ്യുക, റൈറ്റ്? അതല്ല, ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് അർജൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്തിടുക. നോട്ട് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ അർജൻറ്റ് ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കൊണ്ടൊക്കെ ചെയ്യിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അത് ചെയ്യിക്കാം. ആൻഡ് ഇതിന് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്നൊരു കാര്യത്തിൽ ക്ലാരിറ്റി കൊണ്ടുവരാനായിട്ട് പറ്റും. മാത്രമല്ല, നിങ്ങളെ സമയം വൈസ്ലി യൂസ് ചെയ്യാനും ടൈം പ്രോപ്പർലി മാനേജ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവും. നാലാമത്തെ ഒരു ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടായിട്ട് ഒരു ഡെഡ് ലൈന് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഐ നോ നമ്മൾ മെജോറിറ്റി ഓഫ് ആൾക്കാർ ഈ സാധനം എന്തായാലും ചെയ്യുന്നുണ്ടാവും. ഞാൻ ഈ ഡിസിഷൻ ഇന്ന് രാത്രി ആകുമ്പോഴത്തേക്ക് തീരുമാനിക്കാം, പക്ഷെ നിങ്ങൾ രാത്രി ആകുമ്പോഴത്തേക്ക് അത് എടുക്കുന്നുണ്ടാവില്ല, റൈറ്റ്? ചെറിയ ചെറിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ കുറച്ച് മണിക്കൂറിൽ എടുക്കാനായിട്ട്, ഓർ മാക്സിമം 24 മണിക്കൂറിൽ, അല്ലാതെങ്കിൽ ഇന്ന് രാത്രിക്ക് ഞാനത് എടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ നാളെ വൈകിട്ടേക്ക് ഞാൻ എടുക്കും. മാക്സിമം ഒരു 24 hour വിൻഡോയിൽ അത് എടുക്കാനായിട്ട് ശ്രമിക്കുക. മേജർ ഡിസിഷൻസ് ആണെന്നുണ്ടെങ്കിൽ മേ ബി 2 ദിവസമോ 3 ദിവസമോ മാക്സിമം ഒരാഴ്ച വരെയൊക്കെ ടൈം കൊടുക്കുക. സോ നിങ്ങളൊരു ഡെഡ് ലൈൻ കൊടുത്തിട്ട് ആ ഡെഡ് ലൈൻ്റെ ഉള്ളിൽ നിങ്ങൾ ആ ഡിസിഷൻസിൽ റാഷണലി നിങ്ങൾ ചിന്തിച്ചിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഹൗവർ ഇറ്റ് ഈസ്, ആ ഡിസിഷൻ എടുക്കാനായിട്ട് ഒരു ട്രൈ ചെയ്യുക. കാരണം അത് പെർഫെക്ഷനിസം ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും, ഡിസിഷൻ ഫാറ്റിങ്ങിന് വേണ്ടിയിട്ടായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇത് രണ്ടും നമ്മളെ ഒരുപാട് ഓവർ തിങ്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പാരാലിസിസ് സ്റ്റേറ്റിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ്. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഒഴിവാക്കാനായിട്ട് നമുക്കിത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് വേറൊരു സംഭവം നമ്മൾ മൈൻഡിൽ വെക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആവറേജ് പെർഫോമറെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ആവറേജ് ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ട് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം ലൈൻ ഭയങ്കര കൂടുതലായിരിക്കും.
എടുക്കും. അതൊരു ചെറിയ ഡെസിഷൻ വേണമെന്നുണ്ടെങ്കിൽ പോലും ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ടൈം എടുക്കും. എന്നാൽ ഒരു ഹൈ പെർഫോമറെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു ഡിസിഷൻ എന്ന് പറയുന്നത് എൻഡ് ഓഫ് ടുഡേ ആണ്, റൈറ്റ്? പെട്ടെന്ന് ഡിസിഷൻസ് എടുത്തിട്ട് പോവാന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എക്സിക്യൂഷൻ ചെയ്യാനായിട്ട് പറ്റും. ചിലപ്പോൾ മിസ്റ്റേക്സ് ആവും, ചിലപ്പോൾ റൈറ്റ് ആവാം. മിസ്റ്റേക്സ് തന്നെ ആണെന്നുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് അത് മാറ്റാനും അതിന് കൗണ്ടറായിട്ട് വേറൊരു ഡിസിഷൻ എടുത്തിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ടാവും, നമുക്ക് ഈ ഫാസ്റ്റ് ഡിസിഷൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ടിപ്പ് നമ്പർ 5 എന്നുള്ളത് 70% റൂൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ജെഫ് ബെസോസ് റൂൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ഈ 70% റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യത്തെക്കുറിച്ച് ഒരു 70% നോളജ് അല്ലെങ്കിൽ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഒരിക്കലും 90%ഓ 100% അതിനെക്കുറിച്ച് കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലായിട്ട് ഞാൻ ആ കാര്യങ്ങൾ ചെയ്യുള്ളൂ എന്നുള്ളത് ചിന്തിക്കാതിരിക്കുക. നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്, ആ ബിസിനസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു 70% കോൺഫിഡൻ്റ് ആണ്, എന്നാൽ ജസ്റ്റ് ഗോ ഇൻ ടു ദ മാർക്കറ്റ്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് യു ക്യാൻ ഗെറ്റ് മോർ ഫീഡ്ബാക്ക്. അതനുസരിച്ചിട്ടായിട്ട് നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ സർവീസ് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഫർദർ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടാവും. സോ ഡോണ്ട് വെയിറ്റ് ടിൽ എവറിത്തിങ് ഇസ് പെർഫെക്റ്റ്. സ്റ്റാർട്ട് വെൻ അറ്റ്ലീസ്റ്റ് ലിറ്റിൽ ബിറ്റ് ഓഫ് ഇറ്റ് ഇസ് റെഡി ആൻഡ് യു ആർ ലിറ്റിൽ ബിറ്റ് കോൺഫിഡൻറ്റ് അബൌട്ട് ഇറ്റ്. ആൻഡ് ഒരിക്കലും നമ്മൾ ഫുള്ളി കോൺഫിഡൻ്റ് ആവില്ല. കീപ് ദാറ്റ് ഇൻ മൈൻഡ് ഓൾസോ. 6ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മോഡലാണ്, പ്രീ മോർട്ടം ടെക്നിക് എന്ന് പറയും. ആൻഡ് ഈ ഒരു മോഡൽ നമ്മൾ മെജോറിറ്റി ഓഫ് ആൾക്കാരും ചിന്തിക്കുന്നതാണ്, പക്ഷേ ഡിസിഷൻസ് എടുക്കില്ല ഇത് വെച്ചിട്ടായിട്ട്. അതായത് നിങ്ങൾ എടുക്കേണ്ട ഒരു ഡിസിഷൻ കംപ്ലീറ്റ്ലി ഫെയിലായി എന്ന് വെച്ചോ, റൈറ്റ്? യു ഡിഡ് സംതിങ്, അത് കംപ്ലീറ്റ്ലി ഫെയിൽ ആയി കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസസ് എന്തായിരിക്കും, അതെങ്ങനെ ഉണ്ടാവും, ഹൗ വിൽ ഇറ്റ് ബി എന്നുള്ളത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാണ്, അനലൈസ് ചെയ്യാണ്, റൈറ്റ്? മെജോറിറ്റി ഓഫ് ടൈംസ് നമ്മൾ ചിന്തിക്കും, വാട്ട് ഇഫ് ഐ ഫെയിൽ, റൈറ്റ്? You just write down what if you fail, എന്തൊക്കെ സംഭവിക്കാം, what are the biggest consequences that will happen. ഈ കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ഡൗൺ ചെയ്യാം, റൈറ്റ്? ആൻഡ് ഇത് ലിസ്റ്റ് ഡൗൺ ചെയ്യുന്ന സമയത്ത് what will happen is നിങ്ങൾ ബ്ലൈൻഡ് സ്പോട്ട്സും വീക്ക്നെസ്സും കാര്യങ്ങൾക്കും കുറേ കൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. കുറേ കൂടെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് എടുക്കാനും ബ്ലൈൻഡ് സ്പോട്ട്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ഒരു ഫ്രെയിം വർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. 7ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ട്രസ്റ്റ് യുവർ ഗട്ട്സ് എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ തന്നെ കീപ്പ് ഇൻ മൈൻഡ് യു ഹാവ് ടു വെരിഫൈ ഇറ്റ് ഫസ്റ്റ്. ആൻഡ് ഐ വിൽ ഗിവ് യു എൻ എക്സാമ്പിൾ. ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നൊരു മെത്തേഡാണ്, ഞാൻ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ജംപ് ഫസ്റ്റ് തിങ്ക് സെക്കൻഡ് എന്നുള്ള മെത്തേഡ്. ആൻഡ് ഇത് എൻ്റെ ലൈഫിൽ ഒരുപാട് ഡെസിഷൻസ് ഫാസ്റ്റായിട്ട് എടുക്കുന്നതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഐ ഓൾവേസ് ഫോളോ മൈ ഗട്ട്സ് ആൻഡ് ഇൻറ്റ്യൂഷൻ. ആൻഡ് നമുക്ക് എല്ലാവർക്കും നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് നമുക്ക് അറിയാം. പക്ഷേ ഇവൻ ദോ നമ്മുടെ ഇൻറ്റ്യൂഷൻസ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടായിട്ട് അത് ചെയ്യാനായിട്ട് റെഡി ആവലുണ്ടാവലില്ല, റൈറ്റ്? എന്നാൽ ഇഫ് ദർ ഇസ് എനിത്തിങ് ദാറ്റ് വിൽ ഹെൽപ്പ് യു വാലിഡേറ്റ് യുവർ ഡെസിഷൻ, അത് ചെയ്യാം. പേഴ്സണൽ ഡെസിഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ മാത്രമേ അത് ബാധിക്കണുള്ളൂ, നമുക്കത് ചുമ്മാ അങ്ങ് എടുത്തിട്ട് പോകാമെന്ന് പറയാം. എന്നാൽ ബിസിനസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ ഡാറ്റനെ മേലെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഇൻറ്റ്യൂഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടോ അതല്ല വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടുള്ളത് എൻഷുർ ചെയ്യുക. ഇതെന്ത് ചെയ്യും, റാഷണൽ തിങ്കിങ്ങിനെയും ഇൻറ്റ്യൂഷൻസിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനും നിങ്ങൾ കുറേ കൂടെ കോൺഫിഡൻ്റ് ആക്കാനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. സോ മെജോറിറ്റി ഓഫ് ടൈംസിലും ട്രസ്റ്റ് വർക്കൗട്ട് ആവും, അത് നിങ്ങളുടെ ഗട്ട്സിലുള്ള ട്രസ്റ്റ് വർക്കൗട്ട് ആവും. പക്ഷെ ആ ഗട്ട്സിനെ ട്രസ്റ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ ഇതെല്ലാം ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 7 ഫ്രെയിം വർക്ക്സാണ് നമ്മൾ പറഞ്ഞത്. ആദ്യത്തത് 10-10-10 റൂൾ. ദാറ്റ് ഈസ് 10 മിനിറ്റിൽ നിങ്ങളൊരു ഡിസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത 10 മിനിറ്റ് ശേഷം ഹൗ വിൽ യു ഫീൽ, 10 മാസത്തിന് ശേഷം ഹൗ വിൽ യു ഫീൽ, 10 വർഷത്തിന് ശേഷം ഹൗ വിൽ യു ഫീൽ. ഇതെന്ത് ചെയ്യും, ഇത് കുറേ കൂടെ പേഴ്സ്പെക്റ്റീവ്സ് ആഡ് ചെയ്യാനും അതേപോലെ തന്നെ ഇമ്പൾസീവ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. 2ാമത്തെ ഫ്രെയിം വർക്ക് എന്നുള്ളത് 3 ചോയ്സ് റൂൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളെ ചോയ്സസ് ലിമിറ്റ് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി അതെന്ത് ചെയ്യും, നിങ്ങൾക്ക് കുറേ കൂടെ ക്ലാരിറ്റി പ്രയോറിറ്റീസിനനുസരിച്ചായിട്ട് ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങളത് സഹായിക്കും. 3ാമത്തെ ഡിസിഷൻ മേക്കിംഗ് ഫ്രെയിം വർക്ക് എന്നുള്ളത് എയ്സൻഹവർ മെട്രിക്സ് ആണ്. എയ്സൻഹവർ മെട്രിക്സ് എന്ന് വെച്ചാൽ 4 ബോക്സസ് ആണെന്നതോ 4 ക്വാഡ്രൻസ് ആണ്. ഇമ്പോർട്ടൻറ്റ്, അർജൻറ്റ്, നോട്ട് ഇമ്പോർട്ടൻറ്റ്, അർജൻറ്റ്, നോട്ട് ഇമ്പോർട്ടൻറ്റ്, നോട്ട് അർജൻറ്റ്, നോട്ട് ഇമ്പോർട്ടൻറ്റ്, നോട്ട് അർജൻറ്റ്, ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? 4 ക്വാഡ്രൻസ് ആണ്. ഈ 4 ക്വാഡ്രൻസിന് ബേസ് ചെയ്തിട്ട് നിങ്ങൾ എടുക്കുന്ന ഓരോ ഡിസിഷനും ഇതിനനുസരിച്ചിട്ടായിട്ടുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോട്ട് ഇമ്പോർട്ടൻറ്റ്, നോട്ട് അർജൻറ്റ് ആണെന്നുണ്ടെങ്കിൽ you don't have to do it, right? Important, urgent ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യുക. ഇമ്പോർട്ടൻറ്റ്, നോട്ട് അർജൻറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഷെഡ്യൂൾ ചെയ്യുക. നോട്ട് ഇമ്പോർട്ടൻറ്റ്, അർജൻറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ആരെയും കൊണ്ട് ചെയ്യിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യിക്കാം, റൈറ്റ്? ഇനി ഇത് കുറേ കൂടെ ക്ലാരിറ്റി നമുക്ക് തരും. 4ാമത്തെ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് ഡിസിഷൻ ഡെഡ് ലൈൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഡിസിഷൻ ഡെഡ് ലൈൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ കൂടെ ഫാസ്റ്റായിട്ട് ഡിസിഷൻസ് എടുക്കാനും പെർഫെക്ഷനിസം പ്രിവെൻറ്റ് ചെയ്യാനും ഡിസിഷൻ ഫാറ്റിക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിട്ട് നമ്മളത് സഹായിക്കും. നമ്മളെ പാരലൈസ്ഡ് സ്റ്റേറ്റിൽ നിന്ന് പുറത്ത് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് 5th റൂൾ എന്ന് പറയുന്നത് 70% റൂളാണ്, അഥവാ ജെഫ് ബെസോസ് മെത്തേഡ് എന്ന് പറയും. ഒരു കാര്യത്തെക്കുറിച്ച് 70% ആയിട്ടുള്ള കോൺഫിഡൻസ് അഥവാ ഡേറ്റ കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക,
റൈറ്റ്. 100% അല്ലെങ്കിൽ 90% ആവാതെ വെയിറ്റ് ചെയ്യാതിരിക്കുക. ഇത് കുറേ കൂടെ റിസ്ക്കും സ്പീഡും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമ്മളത് ഹെൽപ്പ് ചെയ്യും, റൈറ്റ്. 6ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് പ്രീ മോർട്ടം ടെക്നിക്കാണ്. ഒരു സാധനം നിങ്ങൾ ചെയ്തിട്ട് അത് ഫെയിൽ ആയാൽ എന്ത് എന്നുള്ളത് അനലൈസ് ചെയ്യുക. ബ്ലൈൻഡ് സ്പോട്ട്സ് അനലൈസ് ചെയ്യാനും കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവ് ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസും ഡെസിഷൻ മേക്കിംഗ് ഇത് ഹെൽപ്പ് ചെയ്യും. 7ാമത്തെ കാര്യം എന്ന് നിങ്ങളുടെ ഗട്ട്സ് ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബട്ട് make sure that you verify. Jump first, think second, but if data is available, make sure that you verify with that as well, right? So മേക്കിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത്, അല്ലാതെ നിങ്ങൾ ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക എന്നുള്ളതല്ല, റൈറ്റ്. ബട്ട് ഇറ്റ് ഈസ് അബൌട്ട് ഇംപ്രൂവിങ് ആണ്, ഇറ്റ് ഈസ് അബൌട്ട് പ്രോഗ്രസ് ആണ്, ഇറ്റ് ഈസ് അബൌട്ട് നോട്ട് ബീങ് സ്റ്റിൽ ഐഡിൽ ആണ്. നിങ്ങൾ ഒരിടത്ത് നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്, റൈറ്റ്. അടുത്തൊരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനപ്പുറത്തുള്ള സംഭവം നിങ്ങൾ കാണുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടായിട്ട് ട്രൈ ചെയ്യരുത്. അടുത്ത ബെസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്ന ഡിസിഷൻ എന്താണോ അതെടുക്കാൻ വേണ്ടിയിട്ടായിട്ട് സ്ട്രൈവ് ചെയ്യുക. സോ ഇതല്ലാതെ നിങ്ങളെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള മറ്റ് ഫ്രെയിം വർക്ക്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പുട്ട് ഇറ്റ് ഇൻ ദ കോമെൻറ്റ്സ്. നിങ്ങൾ ഏറ്റവും ടഫ് ഡിസിഷൻസ് എങ്ങനെയാണ് ഡിസിഷൻ എടുക്കാനെന്നുള്ളത് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഹെൽപ്പ് ആവും. Until we see next time, take care, stay tuned, subscribe to the channel and മലയാളി പറക്കട്ടെ.